ഹലോ ഓൾ, വെൽക്കം ടു ഇക്കോ ഫോക്കസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളായ പബ്ലിക് എക്സ്പെൻഡിച്ചറിലെ കാനൺസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. ദ കാനൺസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. Canons or principles of public expenditure are the fundamental rules which should govern the expenditure policy of the state authority. ഒരു സ്റ്റേറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ പോളിസീനെ ഗവേൺ ചെയ്യുന്ന റൂൾസിനെയാണ് നമ്മൾ കാനൺസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ദ എഫിഷ്യൻസി ആൻഡ് പ്രൊപ്രൈറ്റി ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഇറ്റ്സെൽഫ്. എക്സ്പെൻഡിച്ചറിൻ്റെ എഫിഷ്യൻസി എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. പ്രൊഫസർ ഷിറാസ് ഹാസ് മെയ്ഡ് യുണീക്ക് കോൺട്രിബ്യൂഷൻ ഇൻ സജസ്റ്റിംഗ് കാനൺസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പോൾ കാനൺസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഫസ്റ്റ് ആ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തത് പ്രൊഫസർ ഷിറാസ് ആണ്. ഇനി എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ കാനൺസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് കാനൺ ഓഫ് ബെനഫിറ്റ്. ദ ഐഡിയൽ ഓഫ് ദിസ് കാനൺ ഈസ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. ബെനഫിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഗുണം, അപ്പോൾ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാകണം എന്നാണ് ഈ ഒരു കാനൺ പറയുന്നത്. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കണം, മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജസും സോഷ്യൽ വെൽഫെയറും ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അതൊരിക്കലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെയും മാത്രം ബെനിഫിറ്റ് ചെയ്യരുത്, എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാവണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യാനായിട്ട്, പ്ലാൻ ചെയ്യാനായിട്ട്. ഇൻ ദ വേർഡ്സ് ഓഫ് ഷിറാസ്, ഇനി പ്രൊഫസർ ഷിറാസ് പറയുന്നത് ഇങ്ങനെയാണ്: അതർ തിങ്സ് ബീയിങ് ഈക്വൽ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഷുഡ് ബ്രിങ് വിത്ത് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ advantages such as increased production, preservation of the life against external attack and internal disorders, and as far as possible a reduction in the inequality of income. അപ്പോൾ പ്രൊഫസർ ഷിറാസ് പറയുന്നത് നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ നമ്മൾ ചിലവാക്കുന്നത് ഏത് രീതിയിലായിരിക്കണം, മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കണം. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ വഴി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കണം, അതുപോലെ തന്നെ സോഷ്യൽ ലൈഫിനെ നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കണം. എന്തിൽ നിന്നൊക്കെ, എക്സ്റ്റേണൽ അറ്റാക്കിൽ നിന്നും ഇൻറ്റേർണൽ ഡിസോർഡേഴ്സും. അതായത് നമ്മൾ ഡിഫെൻസിന് വേണ്ടി ചിലവാക്കുന്ന പൈസ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ റെഡ്യൂസ് ദ ഇൻകം ഇനീക്വാലിറ്റി കുറയ്ക്കാനും സാധിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഷിറാസ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഷുഡ് ബ്രിങ് വിത്ത് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ അഡ്വാൻറ്റേജസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ അഡ്വാൻറ്റേജുകൾ കൊണ്ടുവരണം. ഏതൊക്കെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ അഡ്വാൻറ്റേജ്? ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, പ്രിസർവേഷൻ ഓഫ് സോഷ്യൽ ലൈഫ് അഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഡിസോർഡേഴ്സ് ആൻഡ് റെഡ്യൂസ് ദ ഇൻകം ഇനീക്വാലിറ്റി. ഓക്കെ, ഇൻ ഷോർട്ട്, മാക്സിമം യൂട്ടിലിറ്റി ഈസ് ടു ബി അറ്റൈൻഡ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പോൾ മാക്സിമം യൂട്ടിലിറ്റി നമുക്ക് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ നിന്നും അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കണം. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി വെൻ പബ്ലിക് അതോറിറ്റീസ് സ്പെൻഡ് ഓർ ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസ് among different uses in such a way that marginal utility from all these uses is equal. That is when the principle of equimarginal utility or maximum satisfaction is applied in the field of public finance. അതായത് നമ്മൾ ഇതിനകത്ത് പറയുന്നത്, അപ്പോൾ ഒരു പബ്ലിക് അതോറിറ്റി എപ്പോഴും അതിൻ്റെ റിസോഴ്സസ് സ്പെൻഡ് ചെയ്യേണ്ടത് ഏത് രീതിയിലായിരിക്കണം, അത് സ്പെൻഡ് ചെയ്യുന്ന എല്ലാത്തിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കാനൺ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത കാനണിലേക്ക് പോകുന്ന അടുത്ത കാനണാണ് കാനൺ ഓഫ് ഇക്കോണമി. കാനൺ ഓഫ് ഇക്കോണമി മീൻസ് സ്റ്റേറ്റ് ഷുഡ് ബി ഇക്കണോമിക് ആയിരിക്കണം എക്സ്പെൻഡിച്ചറിൽ. അതായത് വേസ്റ്റ്ഫുൾ എക്സ്ട്രാവഗൻ്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. പബ്ലിക് എക്സ്പെൻഡിച്ചർ മസ്റ്റ് ബി പ്രൊഡക്റ്റീവ് ആൻഡ് എഫിഷ്യൻസി ഉണ്ടാവണം. പ്രൊഡക്റ്റീവ്, നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയരുത്. അതാണ് കാനൺ ഓഫ് ഇക്കോണമിയിൽ പറയുന്നത്. സ്റ്റേറ്റ് ഷുഡ് നോട്ട് സ്പെൻഡ് മോർ ദാൻ നെസസറി. ആവശ്യത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് പവേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റീസിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്യണം. ഇനി ഷിറാസ് എംഫസൈസ് അനദർ ആസ്പെക്ട് ഓൾസോ, ഇക്കോണമി മീൻസ് പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ടാക്സ് പേയേഴ്സ്, നോട്ട് മിയർലി ഇൻ ഇഫക്റ്റിംഗ് എക്കോണമീസ് ഇൻ എക്സ്പെൻഡിച്ചർ ബട്ട് ഇൻ ഡെവലപ്പിംഗ് റവന്യൂ. അപ്പം
ആക്ച്വലി എക്കോണമി ആൾ പറയുകയാണ് ഇക്കോണമി മീൻസ് പ്രൊട്ടക്റ്റിംഗ് ദ ടാക്സ് പേയേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. വെറുതെ ഒരു എന്താണ് അത് എക്സ്പെൻഡിച്ചറിൽ ഇക്കണോമീനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, പക്ഷെ നമുക്ക് റവന്യൂ ഡെവലപ്പ് ചെയ്യാൻ കൂടി എന്ത് ചെയ്യണം, ഹെൽപ്ഫുൾ ആവണം. അപ്പോൾ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ബൈ ദ സ്റ്റേറ്റ് ഷുഡ് ഹെൽപ്പ് ഇൻ എക്സ്പാൻഡ് ഇറ്റ്സ് റവന്യൂ ഓൾസോ. അപ്പോൾ എപ്പോഴും എക്സ്പെൻഡിച്ചർ, അതായത് ഒരു ചിലവ് വരുന്നത് കൊണ്ട് നമുക്ക് റവന്യൂവിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം, കൂട്ടാനായിട്ട് സാധിക്കണം എന്നാണ് അതിൽ പറയുന്നത്. നാലാമത്തെയാണ് കാനൺ ഓഫ് സാങ്ഷൻ. അതായത് നോ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ഇൻക്വേർഡ് വിതൗട്ട് സാങ്ഷൻ ഓഫ് ദ പബ്ലിക് അതോറിറ്റി. പബ്ലിക് അതോറിറ്റിയുടെ സാങ്ഷൻ കൂടാതെ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻക്വയർ ചെയ്യാൻ പാടില്ല. അതായത് നോ മണി ഷുഡ് ബി സ്പെൻറ്റ് unless the expenditure has been approved and sanctioned by a duly authorized person. ഒരു ഡ്യൂലി ഓതറൈസ്ഡ് പേഴ്സൺ അപ്രൂവ് ചെയ്യാതെയോ സാങ്ഷൻ തരാതെയോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മണിയും, അതായത് ഗവൺമെൻറ്റിൻ്റെ മണി എന്ന് പറഞ്ഞാൽ അത് ആരുടെ മണിയാണ്, പീപ്പിളിൻ്റെ മണിയാണ്. അപ്പോൾ ആ മണി എന്ത് ചെയ്യാൻ പാടില്ല, ചിലവ് ചെയ്യാനായിട്ട് പാടില്ല വിതൗട്ട് ദ സാങ്ഷൻ. മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദിസ് സാങ്ഷൻ ഈസ് ടു അവോയ്ഡ് ദ പോസിബിലിറ്റി ഓഫ് അൺവൈസ് സ്പെൻഡിങ്. അപ്പം വെറുതെ ഉള്ള ചിലവുകൾ ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ കാനൺ ഓഫ് സാങ്ഷൻ ഓൾസോ ഇൻക്ലൂഡ്സ് ദാറ്റ് സ്പെൻഡിങ് അതോറിറ്റി ഷുഡ് സ്പെൻഡ് ദ മണി ഫോർ വിച്ച് ഇറ്റ് ഹാസ് ബീൻ സാങ്ഷൻഡ്. അതുപോലെ തന്നെ സാങ്ഷൻ ചെയ്ത കാര്യം എന്താണോ അതിന് വേണ്ടി തന്നെ എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ സാങ്ഷൻഡ് മണി പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നും അഷ്വർ ചെയ്യേണ്ടത് ആ ഒരു അതോറിറ്റിയുടെ, സ്പെൻഡിങ് അതോറിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. പബ്ലിക് അക്കൗണ്ട്സ് ഷുഡ് ഓൾസോ ബി ഓഡിറ്റഡ്, ഷുഡ് ഓൾവേസ് ബി ഓഡിറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ എപ്പോഴും ഓഡിറ്റിങ്ങും കൃത്യമായിട്ട് നടത്തണം. ഇനി അടുത്തൊരു കാനണാണ് കാനൺ ഓഫ് സർപ്ലസ്. കാനൺ ഓഫ് സർപ്ലസ് ബിലീവ്സ് ഇൻ ദ അവോയ്ഡൻസ് ഓഫ് ഡെഫിസിറ്റ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾ ഡെഫിസിറ്റ് അവോയ്ഡ് ചെയ്യണം, അതാണ് ഈ ഒരു കാനൺ ഓഫ് സർപ്ലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ വേർഡ്സ് ഓഫ് ഷിറാസ്, പ്രൊഫസർ ഷിറാസിൻ്റെ വേർഡ്സിൽ പബ്ലിക് അതോറിറ്റീസ് മസ്റ്റ് ഓൺ ദെയർ ലിവിങ് ആൻഡ് പേ ദെയർ വേ ലൈക്ക് ഓർഡിനറി സിറ്റിസൺസ്. പബ്ലിക് അതോറിറ്റീസ് എന്ത് ചെയ്യണം, അവരുടെ ലിവിങ്ങിനുള്ളത് അവർ ഏൺ ചെയ്യണം. പിന്നെ എന്താണ്, മറ്റ് സിറ്റിസൺസിനെ പോലെ തന്നെ അവരും അവരുടെ വേയിൽ തന്നെ അവരുടെ ഇതിൽ തന്നെ എന്ത് ചെയ്യണം, പൈസ അടക്കേണ്ടത് അടക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത്. ബാലൻസ്ഡ് budget must, as in the private expenditure, be the order of the day. Annual expenditure must be balanced without any creation of fresh credits unrepresented by the new assets. അതായത് എന്താണ്, ഒരിക്കലും നമുക്ക് ആനുവൽ എക്സ്പെൻഡിച്ചർ എപ്പോഴും എന്തായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. അവിടെ നമുക്ക് ഫ്രഷ് ക്രെഡിറ്റ്സ് വരാനായിട്ട് പാടില്ല. വിത്ത് അൺപ്രസൻറ്റഡ് ന്യൂ അസറ്റ്സ് വരാതെ നമുക്ക് എന്താണ്, ക്രെഡിറ്റുകൾ വരാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ദ കാനൺ ഇംപ്ലൈസ് ദാറ്റ് സ്റ്റേറ്റ് ഷുഡ് ലിവ് വിത്തിൻ ഇറ്റ്സ് മീൻസ് ലൈക്ക് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെ പോലെ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, അതിന് ഉള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നീങ്ങണം എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഹൗവർ ഡസ് നോട്ട് മീൻ ദാറ്റ് സ്റ്റേറ്റ് ഷുഡ് നോട്ട് ബി ഇൻ ഡെപ്റ്റ്. ഇതിൻ്റെ അർത്ഥം സ്റ്റേറ്റ് ഡെപ്റ്റിലാവരുത്, കടത്തിലാവരുത് എന്നല്ല. കടം വാങ്ങാം, it can and in fact must borrow money, but it should have revenue enough to pay interest. അപ്പോൾ ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള റവന്യൂ ഒക്കെ അതിനുണ്ടാവണം. ബിൽഡപ്പ് എ സിങ്കിങ് ഫണ്ട് ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. അപ്പോൾ ലോൺസ് റീപേ ചെയ്യാനായാലും അതിനൊരു വഴി തീർച്ചയായും ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം കടം വരരുത് എന്നേ പറയുന്നില്ല, പക്ഷെ കടം വാങ്ങാം, കടം വാങ്ങിയാലും എന്താണ്, നമുക്കത് തിരിച്ചടയ്ക്കാനുള്ളൊരു മാർഗം കൂടി ഉണ്ടായിട്ടുണ്ടാവണം. ഇതാണ് കാനൺ ഓഫ് സർപ്ലസ് പറയുന്നത്. അപ്പോൾ പ്രൊഫസർ ഷിറാസ് പറഞ്ഞ കാനൺസ് ആണ് ഈ 4 കാനൺസ്. 1 കാനൺ ഓഫ് ബെനഫിറ്റ്, 2 ഇക്കോണമി, 3 സാങ്ഷൻ, 4 സർപ്ലസ്. ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും ഈക്വലായിട്ട്, അതായത് പ്രൊഡക്റ്റീവായിട്ട് വേണം. ഇക്കോണമിയിൽ സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാവണം, മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാവണം, അതാണ് കാനൺ ഓഫ് ബെനഫിറ്റ്. ഇക്കോണമി ആണെങ്കിൽ എന്താ പറയുന്നത്, വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യരുത്. സാങ്ഷൻ ആണെങ്കിലോ സാങ്ഷൻ വാങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. സർപ്ലസിൽ പറയുന്നത് എന്താണ്, ബാലൻസ്ഡ് ആയിരിക്കണം, എപ്പോഴും ഡെഫിസിറ്റ് ഉണ്ടാവാനായിട്ട് പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ആ കാനൺസിൻ്റെ പേര് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്തത്, ഇത് കൂടാതെ മറ്റ് ഇക്കണോമിസ്റ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത കുറച്ച് കാനൺസും ഉണ്ട്. അതിലൊന്നാമത്തെ കാനണാണ് കാനൺ ഓഫ് ഇലാസ്റ്റിസിറ്റി. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ദി സ്റ്റേറ്റ് ഷുഡ് ബി ഏബിൾ ടു
ചേഞ്ച് ഇറ്റ് സെൽഫ് വിത്ത് ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ് ഓഫ് ദ കൺട്രി. ഒരു കൺട്രിയുടെ ചേഞ്ചിങ് സർക്കംസ്റ്റൻസസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റണം, ഇലാസ്റ്റിക് ആവണം. ദാറ്റ് ഈസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ഏബിൾ ടു എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ്സ് ആൻഡ് സർക്കംസ്റ്റൻസ് ഓഫ് ദ കൺട്രി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം കോവിഡ് വന്ന സമയത്ത് പെട്ടെന്ന് പോളിസികൾ മാറ്റേണ്ടതായിട്ട് വരും. കാരണം അത്ര നാൾ നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും മാറ്റി വെച്ച പൈസയാണെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ നമുക്ക് നടത്താതെ, ആ ചിലവ് നടത്താതെ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും. അതായത് ആ കാര്യം നടത്തുമ്പോൾ ലോക്ക്ഡൗൺ വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നീക്കി വെച്ച കാര്യം നടക്കില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പോളിസികളിലേക്ക് മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ മാറ്റം വരുത്താൻ പറ്റിയ രീതിയിലുള്ള ഉതകുന്നതായിരിക്കണം. അതാണ് കാനൺ ഓഫ് ഇലാസ്റ്റിസിറ്റി പറയുന്നത്. അടുത്തതാണ് കാനൺ ഓഫ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. പബ്ലിക് എക്സ്പെൻഡിച്ചർ എപ്പോഴും ഇനീക്വാലിറ്റീസിനെ എടുത്തു കളയുന്നതായിരിക്കണം. ഇനീക്വാലിറ്റി, അതായത് ഇപ്പോൾ ഇൻകം ഡിസ്ട്രിബ്യൂഷനിലുള്ള ഇനീക്വാലിറ്റി, ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പബ്ലിക് എക്സ്പെൻഡിച്ചർ എപ്പോഴും ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എൻഷുർ ചെയ്യേണ്ടത്. ദ ഒബ്ജക്റ്റീവ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ കൺഫറിങ് മോർ ബെനിഫിറ്റ്സ് ഓൺ ദ. അപ്പോൾ പുവർ സെക്ഷൻസിന് കൂടുതൽ ബെനിഫിറ്റ്സ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഇക്വിറ്റബിൾ ആകും. അതുപോലെ തന്നെ ഓൾഡ് ഏജ് പെൻഷൻസ്, ഹൗസിങ്, അതുപോലെ എഡ്യൂക്കേഷൻ, ഇതെല്ലാം പുവർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും ഈക്വലി എന്ത് ചെയ്യാൻ പറ്റും, ഒത്തിരി ബെനിഫിറ്റ്സ് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് കാനൺ ഓഫ് പ്രൊഡക്ടിവിറ്റി. ഈ കാനൺ പറയുന്നത് എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ദി സ്റ്റേറ്റ് ഷുഡ് എൻകറേജ് പ്രൊഡക്ഷൻ എൻകറേജ് ചെയ്യണം എന്നാണ് പറയുന്നത്. മോർ ആൻഡ് മോർ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് പ്രൊഡക്റ്റീവ് ആൻഡ് ഡെവലപ്മെൻറ്റ് പർപ്പസ്. ഡെവലപ്മെൻറ്റ് പർപ്പസിലേക്കും അതുപോലെ തന്നെ പ്രോഡക്റ്റീവ് പർപ്പസിലേക്കും ഒത്തിരി പബ്ലിക് എക്സ്പെൻഡിച്ചർ പോകണം എന്നാണ് പറയുന്നത്. അത് എസ്പെഷ്യലി ഫോർ ആൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനൊക്കെ അത്തരത്തിൽ ഈ പ്രൊഡക്ഷനും ഡെവലപ്മെൻറ്റിനും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം എന്നാണ് ഈ ഒരു കാനൺ പറയുന്നത്. അങ്ങനെ പ്രൊഡക്ഷൻ ഉണ്ടായ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, അവിടെ ഇൻകം വരും, അല്ലേ? ഇൻകം വരും, വീണ്ടും ഇതെന്തെയും കൂടുതൽ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കും. അപ്പോൾ അതുകൊണ്ട് കാനൺ ഓഫ് പ്രൊഡക്ടിവിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത കാനണാണ് കാനൺ ഓഫ് ന്യൂട്രാലിറ്റി. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് ന്യൂട്രൽ ആയിരിക്കണം. അതായത് അഡ്വേഴ്സായിട്ട് ഒരിക്കലും പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒരു ഇക്കണോമിക് സെറ്റപ്പിനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യാനോ ആയിട്ട് പാടില്ല. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച്, ഇതൊക്കെ ആ ഒരു ഇതിൽ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഷുഡ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ കൂടണം, പ്രൊഡക്ടിവിറ്റി കൂടണം. അതുപോലെ തന്നെ ഇൻഈക്വാലിറ്റി ഓഫ് ഇൻകം, വെൽത്ത്, ഇതൊക്കെ കുറയണം. അതുപോലെ ഇക്കണോമിക് ആക്ടിവിറ്റി കൂടണം. അതുപോലെ എക്സ്ചേഞ്ച് റിലേഷൻഷിപ്സ് കൂടണം. അപ്പം നമ്മൾ ന്യൂട്രാലിറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ന്യൂട്രലായിരിക്കുക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങനെയല്ല നമ്മുടെ കാനൺ ഓഫ് ന്യൂട്രാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാനൺ ഓഫ് ന്യൂട്രാലിറ്റി പറയുന്നത് വേഴ്സൻഡ് സിറ്റുവേഷൻ ആവരുത്. അതായത് ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ വഴി പ്രൊഡക്ഷൻ കുറയാനോ അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റി താറുമാറാകാനോ പാടില്ല. അത് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അത് ഇമ്പ്രൂവ് ചെയ്യണം, പക്ഷെ അതെന്ത് ചെയ്യാൻ പാടില്ല, തകരാനായിട്ട് പാടില്ല. അതാണ് കാനൺ ഓഫ് ന്യൂട്രാലിറ്റി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് കാനൺ ഓഫ് സെർട്ടൈനിറ്റി. ഈ കാനൺ പറയുന്നത് പബ്ലിക് അതോറിറ്റീസ് ഷുഡ് ക്ലിയർലി നോ ദ പേർപ്പസ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ എത്രത്തോളം നമ്മൾ ഈ ഒരു കാര്യത്തിന് ചിലവാക്കണം, എന്താണ് അതിൻ്റെ പർപ്പസ്, ഇതിനെയൊക്കെ പറ്റി കൃത്യമായ ഒരു എന്താ പറയുക, ഒരു ഐഡിയ ഉണ്ടാവണം. ദ സ്പെൻഡിങ് യൂണിറ്റ് ഷുഡ് ബി സെർട്ടൈൻ ആസ് ടു ദ എമൗണ്ട് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഒബ്ജക്റ്റീവിനും എന്തായിരിക്കണം, സെർട്ടൈൻ ആയിരിക്കണം. ഒബ്ജക്റ്റീവിനും അതുപോലെ തന്നെ എമൗണ്ടിനും സെർട്ടൈൻ ആയിരിക്കണം ആ സ്പെൻഡിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അതിന് കൃത്യമായിട്ട് എന്ത് വേണം, ഒരു പ്ലാൻ വേണം. അതായത് ഇന്നതിന് ഇത്ര രൂപയായി, ഇങ്ങനൊരു എസ്റ്റിമേഷനും കാര്യങ്ങളും കൃത്യമായിട്ട് വേണം. അപ്പോൾ കാനൺ ഓഫ് സെർട്ടൈനിറ്റി ഈസ് ഫോളോഡ് ത്രൂ ദ പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ്. അപ്പോൾ ഇത് പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റിൽ നിന്നാണ് ഈ പറയുന്ന സെർട്ടൈനിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ദ ബഡ്ജറ്റ് പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽഡ് എമൗണ്ട് ആൻഡ് പർപ്പസ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഫോർ ദ ഹോൾ ഫിനാൻഷ്യൽ ഇയർ.
ക്ലിയർ അല്ലേ. ബഡ്ജറ്റ് നമുക്ക് എന്താ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത കാനണാണ് കാനൺ ഓഫ് പ്രോഗ്രാംസ്. ദിസ് കാനൺ റിക്വയർസ് ദാറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി പ്ലാൻഡ് അക്കോർഡിംഗ് ടു സ്പെസിഫിക് പ്രോഗ്രാം. സ്പെസിഫിക് ഓരോ പ്രോഗ്രാം അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്ലാൻ ചെയ്യാനായിട്ട്. നമുക്ക് കൃത്യമായിട്ട് പ്രോഗ്രാംസ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താണ് പ്രോപ്പറായിട്ടും റാഷണലായിട്ടും നമുക്ക് ഈ ഫണ്ട്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എപ്പോഴും എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒരു പ്ലാൻഡ് ആയിരിക്കണം, അതിന് പ്രോഗ്രാമിനനുസരിച്ച് പ്ലാൻഡ് ആയിരിക്കണം. ഇനി അടുത്തൊരു കാനണാണ് കാനൺ ഓഫ് പെർഫോമൻസ്. ഇത് എന്താണ് പെർഫോമൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ് ഇവിടെ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് വേണം. നീഡ് ഓഫ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ആണ് ഈ ഒരു കാനൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് മെയ്ഡ് ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് എ പെർട്ടിക്കുലർ പർപ്പസ്, ഒരു പെർട്ടിക്കുലർ പർപ്പസ് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് എ റിവ്യൂ ഓഫ് റിസൾട്ട് ഈസ് മെയ്ഡ്. അതായത് എന്താണ് നമ്മൾ അതെങ്ങനെയായിരുന്നു നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടി എന്നുള്ള ആ ഒരു റിവ്യൂ അല്ലെങ്കിൽ ആ ഒരു ഫോളോ അപ്പ് നമ്മൾ കൃത്യമായി നടത്തണം. റിസൾട്ട് ഈസ് മെയ്ഡ് അറ്റ് ടൈംസ് ആൻഡ് ഫോളോ അപ്പ് മെഷേഴ്സ് പെർസ്യൂഡ് വെൻ നെസസറി. എ റിവ്യൂ ഓഫ് ദ പെർഫോമൻസ് വിൽ always keep the spending authority vigilant to the purpose of expenditure and utmost care will be taken to so that the funds are not wasted. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ റിവ്യൂ എടുത്താലേ നമുക്ക് ഈ ഒരു ഫണ്ട് അതായത് വേസ്റ്റ് ആയോ അപ്പോഴായിരിക്കും ഇനിയത്തെ പോളിസിയിൽ അപ്പോൾ നമ്മളതിനെപ്പറ്റി വളരെ വിജിലൻ്റ് ആയിരിക്കും. അത് മാത്രമല്ല ഇങ്ങനൊരു ഫോളോ അപ്പ് നടത്തിയില്ലെങ്കിൽ പലപ്പോഴും ഈ ഒരു പ്രോജക്റ്റ് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവാതെയും ഇരിക്കാം. അപ്പോൾ എല്ലാ രീതിയിലും കാനൺ ഓഫ് പെർഫോമൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 11 കാനൺസ് ആണ് പറഞ്ഞത്. അതിൽ 4 പ്രൊഫസർ ഷിറാസ് കോൺട്രിബ്യൂട്ട് ചെയ്തതായിരുന്നു. അതാണ് ബെനഫിറ്റ്, ഇക്കോണമി, സാങ്ഷൻ, സർപ്ലസ്. പിന്നെ നമ്മൾ ഒരു 7 കൂടി പറഞ്ഞു. അതാണ് ഇലാസ്റ്റിസിറ്റി, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ടിവിറ്റി, ന്യൂട്രാലിറ്റി, സെർട്ടനിറ്റി, പ്രോഗ്രാംസ്, പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എഫക്ട്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടി ഡിസ്കസ് ചെയ്യും. അപ്പോൾ എഫക്ട്സ് നമ്മൾ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ എഫക്ട്സ് പഠിച്ചാൽ എളുപ്പമാണ്. എഫക്ട്സ് ഓഫ് ടാക്സേഷൻ പഠിക്കാനും എളുപ്പമാണ്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഈ മൊഡ്യൂളിലുള്ളൂ. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്